ഇന്ന് ലീവായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കണ്ട് നല്ല ഫ്രഷ് ഞണ്ട് കിടക്കുന്നു. അപ്പോൾ തന്നെ ചോദിച്ചു പോരുന്നോ എൻ്റെ കൂടെ. അങ്ങനെ അതിനെ ഇതാ കവറിലാക്കി എടുത്തു. ഞാനിതാ വീട്ടിലെത്തി ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്കിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ടാസ്ക് വളരെ ഗംഭീരമായ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ഞണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാരണം ഉമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്, പക്ഷേ കുക്കിംഗ് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, കട്ട് ചെയ്യാനും അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതാ ഒരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്യുകയാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കേണ്ടത്. അതിൽ ചെറിയ ജീരകം ഇട്ടെടുത്ത്, കറിവേപ്പില ഇട്ടെടുത്ത്, അതുപോലെ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഫസ്റ്റ് ഇട്ടെടുത്തിട്ട് ഉപ്പ് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഇതിനിങ്ങനെ ചതച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചതച്ചെടുത്തിട്ട് ഈ ഒരു ഉള്ളി വാടിയതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നല്ലോണം വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്ര എടുക്കുക. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചേർത്ത് കുരുമുളക് പൊടി വേണം കേട്ടോ, അത് ലാസ്റ്റായിരുന്നു ചേർക്കേണ്ടത്. പക്ഷേ ഞാൻ ആവശ്യത്തിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ പെട്ടെന്നത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ വാങ്ങിച്ച് വെച്ച ആ ഒരു ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ടിനെ നല്ലോണം ഈ ഒരു മസാലയായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയാലും നെയ്ച്ചോറിൻ്റെ കൂടെയാലും പൊളിയാണ്. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.